إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണേയെന്ന് ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് നിർവഹിക്കുകയാണ്. ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രവർത്തനവും ഒരു മനുഷ്യനെയും അല്ലാഹുവിന്റെ അടിമയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന ഒരു ഹദീസ് ഉണ്ട്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് നിവേദനം ചെയ്തത്. ആ ഹദീസിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: യഅജബു റബ്ബുക, നബിയെ താങ്കളുടെ റബ്ബ് അത്ഭുതപ്പെട്ടിരിക്കുന്നു. മിൻ റാഇൻ ഗനം, ആട്ടിടയനായ ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ആ ആട്ടിടയൻ എവിടെയാണുള്ളത്? ഫീ റഅസി ശൊല്ലിയത്തിൽ ജബൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ആ ആട്ടിടയൻ താമസിക്കുന്നത്. ആ ആട്ടിടയന്റെ പ്രത്യേകത എന്താണ്? യുഅദ്ദിനു ബിസ്സലാത്ത്, ഓരോ നമസ്കാരത്തിന്റെ സമയമെത്തിയാലും ആ ആട്ടിടയൻ മുഅദ്ദിനായി മാറും, ബാങ്ക് വിളിക്കുന്ന ആളായി മാറും. ഉച്ചത്തിൽ ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ആ ആട്ടിടയൻ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കും. വയുസല്ലി, അതിനുശേഷം ആ വ്യക്തി നമസ്കരിക്കുകയും ചെയ്യും. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുന്നത്, ഉൻദുറു ഇലാ അബ്ദി, വാനലോകത്തുള്ള
മുഴുവൻ മലക്കുകളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒച്ചത്തിൽ വിളിച്ചു പറയും, നോക്ക് എന്റെ ആ അടിമയെ, ആട്ടിടയനായ മലമുകളിൽ താമസിച്ച് എല്ലാ സമയത്തും ബാങ്ക് വിളിച്ച് നമസ്കരിക്കുന്ന എന്റെ അടിമയെ നിങ്ങളൊന്ന് നോക്ക്. ഹാദാ യുഅദ്ദിനു വയുഖീമുസ് സ്വലാത്ത. ആ അടിമ ബാങ്ക് വിളിക്കുന്നു, നമസ്കാരം നിർവഹിക്കുന്നു. കേവലം നമസ്കാരമല്ല. അവിടെയാണ് അടിവരയിട്ട് അതിപ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട വിഷയം. കേവലമായ നമസ്കാരമല്ല ആ മനുഷ്യന്റേത്. ഒരാളും കാണാനില്ലാത്തൊരു സ്ഥലമാണത്. നമസ്കരിച്ചുവോ ഇല്ലയോ എന്ന് ആരും ചോദിക്കാത്ത, അന്വേഷിക്കാത്ത ഒരു സ്ഥലമാണത്. ആ മനുഷ്യൻ നമസ്കരിക്കുന്നത്, ആട്ടിടയൻ നമസ്കരിക്കുന്നത് യഖാഫു മിന്നി, എന്നെ ഭയന്നുകൊണ്ട് മാത്രമാണ്. ഖുശൂഓടുകൂടി, ഖൗഫോടുകൂടി ആ ആട്ടിടയൻ നമസ്കരിക്കുന്നത് എന്നെ ഭയന്നുകൊണ്ട് മാത്രമാണ്. ആ നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തുള്ള മലക്കുകളോട് പറയുന്നത്, അവൻ ആ രൂപത്തിൽ എന്നെ ഭയന്നുകൊണ്ട് ഖുശൂഓടുകൂടി നമസ്കരിച്ചത് കൊണ്ട് മാത്രം ഗഫർതു ലിഅബ്ദി, അവൻ ചെയ്തു പോയിട്ടുള്ള സകലമാന തെറ്റുകളും ഞാൻ അവന് പുറത്തു കൊടുക്കുകയാണ്. വഅദ്ഖൽതുഹുൽ ജന്ന, മാത്രമല്ല നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വാലിഹീങ്ങളായ ആബിദീങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കൂട്ടത്തിൽ റാഇയായ ഈ മനുഷ്യനും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തേ കാരണം? കാരണം ഖൗഫോടുകൂടി, ഖുശൂഓടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു എന്ന ഒരൊറ്റ കാരണമാണ്. അതാണ് ഞാൻ ഓതിവെച്ച ആയത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ ഭാഗത്ത് റബ്ബ് നമ്മൾ അറിയിച്ചത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ വിജയം എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് ഏതെങ്കിലും കളികളിൽ ജയിക്കലല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള സമ്പത്ത് വർധനവുണ്ടായി ജോലിയിൽ ബറക്കത്ത് കിട്ടി വിജയിക്കലല്ല. വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം, വിജയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് കണക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വ്യക്തികളിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം അല്ലാഹു പറഞ്ഞു, അല്ലദീനഹും, ആ വിശ്വാസികൾ ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, ഭയഭക്തിയുള്ളവരായിരുന്നു. കേവലം നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടൽ മാത്രമല്ല, എല്ലാവരും നമസ്കരിക്കുന്നു, ഞാനും നമസ്കരിക്കുന്നു, ആ രൂപമല്ല. ഖുശൂഓടുകൂടി നമസ്കരിക്കാൻ സാധിക്കണമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുമുള്ള ഖുശൂഓടുകൂടി നമസ്കരിക്കുന്നവന്റെയും ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുന്നവന്റെയും വ്യത്യാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സ്വലാത്തും ബിലാ ഖുശൂഇ വലൽ ഹുദൂർ, ഹുദൂർ ഇല്ലാതെ, നമസ്കാരത്തിന് ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുന്നവൻ കബദനി മയ്യിത്തിൻ ലാ റൂഹ ഫീഹി, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ റൂഹില്ലാത്ത അവസ്ഥ, മരിച്ചുപോയ മയ്യത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ഖുശൂ ഇല്ലാത്തവന്റെ നമസ്കാരമെന്നും ഇബ്നുൽ ഖയ്യിം റഹിമഹുമുള്ള സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കേവല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ പെടുക എന്നുള്ളതല്ല, നമസ്കരിക്കുന്നത് ഖുശൂഓടുകൂടി, ഖൗഫോടുകൂടിയാണെങ്കിൽ അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗപ്രവേശനം നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഖുശൂ ഉണ്ടാവുക? എങ്ങനെയാണ് ഖുശൂ ഉണ്ടാക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എളുപ്പമാർഗമല്ല അത്. വളരെ എളുപ്പത്തിൽ ഖുശൂ ഉണ്ടാവുകയില്ല. വുദു എടുത്ത് നമസ്കരിക്കാൻ പോയി
ആ സാഹചര്യത്തിൽ നല്ല ഖുശൂ ഉണ്ടാക്കാം എന്ന് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിൽ ഖുശൂ ഉണ്ടാവണം, പ്രവർത്തനങ്ങളിൽ ഖുശൂ ഉണ്ടാവണം, ജീവിതത്തിൽ തഖ്വയുണ്ടാകണം. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുദ്ഗത്തുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്, ഹൃദയമുണ്ട്. അത് നന്നായാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ ഹൃദയമെങ്ങാനും നന്നായാൽ അവന്റെ കർമ്മങ്ങൾ സർവ്വതും നന്നാവും. ഹൃദയം നന്നായാൽ നമസ്കാരം നന്നാവും, ഇബാദത്ത് നന്നാവും, കർമ്മങ്ങൾ നന്നാവും, സംസ്കാരം നന്നാവും, സംസാരം നന്നാവും, എല്ലാം നന്നാവും. മനസ്സാണ് ശുദ്ധീകരിക്കേണ്ടത്. മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖി എന്ന് പരിചയപ്പെടുത്തിയ വത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ വഅലമു അറിഞ്ഞോളൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹ് ഉണ്ടാവും കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജീവിതത്തിൽ തഖ്വ നിലനിർത്താൻ സാധിച്ചാൽ നമ്മുടെ നമസ്കാരത്തിലും തഖ്വയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഖുശൂ ഉണ്ടായാൽ നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. ഇമാം ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമസ്കാരത്തിൽ ഈമാനിന്റെ ദൗർബല്യം നിനക്കുണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നിന്റെ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം, നിന്റെ ജീവിതത്തിലും ഈമാനിന്റെ ദൗർലഭ്യമുണ്ട്. ശ്രദ്ധിക്കണം ആ വിഷയം. ഈമാൻ കുറയുമ്പോ, ജീവിതത്തിൽ ഈമാൻ കുറയുമ്പോൾ നമസ്കാരത്തിൽ ഈമാൻ കുറയും. ജീവിതത്തിൽ ഖുശൂ കുറയുമ്പോ നമസ്കാരത്തിൽ ഖുശൂ കുറയും. നമസ്കാരത്തിൽ മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല ഖുശൂ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ നൈരന്തര്യമായ പ്രവർത്തനങ്ങൾ നിന്റെ നമസ്കാരത്തിന്റെ ഖുശൂഇനെ ബാധിക്കുമെന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം ഞാൻ പറഞ്ഞതുപോലെ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കാരം പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം. മദ്രസകളിൽ നിന്ന് പഠിച്ചതിന്റെ അപ്പുറത്ത് നമസ്കാരത്തെ കുറിച്ച് എന്ത് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു ഓർക്കണം. റസൂലുള്ളാഹി കൈവച്ചത് എവിടെയാണോ അവിടെ കൈവെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താൻ പറഞ്ഞത് എവിടെയാണോ അവിടെ ഉയർത്തണം. ഏതു സമയത്താണോ റസൂലുള്ളാഹി നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടത് അവിടെ നമസ്കരിക്കണം. അങ്ങനെ നമസ്കാരത്തിന്റെ സമയം, നമസ്കാരത്തിന്റെ കർമ്മങ്ങൾ, അവയവങ്ങളുടെ ചലനം, ത്വമഅനീനത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോന്നും പഠിച്ച് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ പഠിപ്പിച്ചുവോ അങ്ങനെ നമസ്കരിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഖുശൂഓടുകൂടി നമസ്കരിക്കാൻ സാധിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ വിഷയം റസൂലുള്ളാഹി അറിയിക്കുകയാണ്, റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമസ്കരിക്കണം. റബ്ബ് നിന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് പറഞ്ഞതായി കാണാം, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നമസ്കാരത്തിന്റെ സമയത്ത് നീ ഓർക്കേണ്ടത്, ഞാൻ റബ്ബിനെ കാണുന്നില്ല, പക്ഷേ റബ്ബ് എന്നെ കാണുന്നുണ്ട്. രാത്രിയിൽ നമസ്കരിക്കുന്നവനാണെങ്കിലും റബ്ബ് എന്നെ കാണുന്നുണ്ട്. പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ റബ്ബ് എന്നെ കാണുന്നുണ്ട്. വീട്ടിൽ വെച്ചാണെങ്കിലും റബ്ബ് എന്നെ കാണുന്നുണ്ട്. റബ്ബുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ, എന്ന ബോധ്യത്തിൽ, എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി വേണം ഓരോ നമസ്കാരവും നിർവഹിക്കാൻ. അങ്ങനെയെങ്കിൽ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. ഈ രൂപത്തിൽ ഖുശൂഇനെ കൂടി ശ്രദ്ധിച്ചു വേണം നമ്മുടെ നമസ്കാരത്തെ ഘടനപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى യുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട്
തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കുവാൻ നിർവഹിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞതായി കാണാം. ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരാൾ ഇദാ ഖാമ ഫീ സ്വലാത്തിഹി, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഫഇന്നഹു, നീ വിചാരിക്കണം, നീ മനസ്സിൽ കരുതണം, നിന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം, യുനാജി റബ്ബഹു, നീ റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലാണ്, നേരിട്ട് റബ്ബിനോട് സംസാരിക്കുന്നതാണ് സ്വലാത്ത്, നമസ്കാരം. ഒരാളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവേണ്ട എല്ലാ മര്യാദകളും കാണിക്കണം. താഴ്മ വേണം, വിനയം വേണം, ഖുശൂ വേണം, ഖൗഫ് വേണം, എല്ലാം ഉൾപ്പെട്ടുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞിടത്ത് കാണാം, ദുക്കിറൽ മൗത ഫിസ്സലാത്ത്, നീ നമസ്കാരത്തിൽ മൗത്തിനെ കുറിച്ച് ആലോചിക്കണം. അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്ന അതിന്റെ വിശദീകരണത്തിൽ കാണാം, ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആലോചിക്കണം, ഫസല്ലി സ്വലാത്തി മുവദ്ദിഅ, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണെങ്കിലോ, ഇന്ന് ജുമഅ നമസ്കരിക്കുമ്പോൾ അസർ ഞാൻ ഇല്ലെങ്കിലോ എന്നാലോചിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോ നമസ്കാരത്തിന് ഖുശൂ കിട്ടും, നമസ്കാരത്തിന് ഖൗഫ് കിട്ടും. ഇങ്ങനെ നമസ്കാരത്തിന് ഖുശൂ കിട്ടാൻ ആവശ്യമായ ഏതേതു കാര്യങ്ങളുണ്ടോ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ, വന്നുപോയിട്ടുള്ള സകലമാന തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷപൂർണമായി ജീവിക്കാനുള്ള മഹാ സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ മർഹമത്തുള്ളതാക്കി മാറ്റി തീർക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹി മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. يا عباد الله في الصلاة.